ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് മാത്സ്. നോട്ട് മാഡ് മാത്സ്, ഐ മീൻ കർണാടക മാത്സ്, മീൻസ് കിച്ച സുദീപിൻ്റെ മാത്സ്. പടത്തിൽ കിച്ച സുദീപ് അല്ലാതെ വേറെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മുടെ മംഗളം ശ്രീനിസ്തുണ്ട്, പിന്നെ വംസി ഉണ്ട്, പിന്നെ വരലക്ഷ്മി ശരത് കുമാറുണ്ട്, ഷഹരിത്ത് ലോയ്സ്വേ ഉണ്ട്, റെഡിൻ കിൻസ്ലി ഉണ്ട്, കാലികേയ പ്രഭാകരൻ ഉണ്ട്, പിന്നെ പ്രമോദ് ഷെട്ടി ഉണ്ട്. ഇവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബി അജനീഷ് ലോകനാഥാണ്. പിന്നെ പടം ഡയറക്റ്റ് ചെയ്യുന്നത് വിജയ് കാർത്തികേയ എന്ന് പറഞ്ഞ ഒരാളാണ്. അതാരും എനിക്കറിയണത് ഡെബ്യൂട്ടൻ്റ് ആണെന്ന് മാത്രം അറിയാം. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കലൈപ്പുലി എസ്താനുവും കിച്ച സുദീപും കൂടിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പടം കണ്ടു ചോദിച്ചാൽ വേറെ ലെവല് പടം. വേറെ പറയാനില്ല, വേറെ ലെവല്. പെർഫോമൻസസ് വൈസ് വേറെ ലെവല് പടം. പിന്നെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഒരു അടിപൊളി പടം തന്നെ. പക്ഷെ ഇത് റീമേക്കാണെന്ന് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അല്ല എന്നെനിക്ക് തോന്നിപ്പിച്ച് വളരെ ഡയറക്റ്റിങ്. പിന്നെ BGM ആൻഡ് സോങ്സ് വേറെ ലെവൽ ആപ്റ്റാണ്. പടത്തിന് ആപ്റ്റായിട്ട് എവിടെയൊക്കെയാണ് പാട്ടും BGM വേണ്ടത് അവിടെയൊക്കെയാണ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സൊക്കെ ആണെങ്കിൽ ക്ലൈമാക്സ് മറ്റേ നമ്മുടെ ജയിലറിന്ന് കോപ്പി കേട്ടോ, അത് വേറെ കാര്യം. ഇതിനകത്തുള്ള ഒരു സീനുണ്ട്, മറ്റേ വിനായകനെ മറ്റേ സൾഫ്യൂരിക് ആസിഡിൽ മുക്കി കൊല്ലൂല്ലേ നമ്മുടെ ഇത്. അതേപോലെ ഇതിൽ നമ്മുടെ കിച്ച സുദീപ് വില്ലന്മാരൊക്കെ അതിൽ മുക്കിയിട്ട് കൊല്ലും. അതാണ് പടത്തിൻ്റെ ക്ലൈമാക്സ്. വില്ലൻ്റെ ആൾക്കാർ വില്ലന്മാരാണെങ്കിൽ അറസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് എന്തായിക്കോട്ടെ. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാം. മസ്റ്റ് വാച്ച് മൂവി. ഞാൻ കണ്ടിട്ടാണ് കണ്ടത്. അത് ഞാൻ ടെലഗ്രാമിലാണ് ഡൗൺലോഡ് ചെയ്തെന്നാണ് കണ്ടത്. അടിപൊളി പടം. പിന്നെ ഞാൻ മാർച്ച് 26 വരെ എന്തായാലും ഇനി വീഡിയോ എടുക്കുന്നതല്ല. അപ്പോൾ മാർച്ച് 26 ആയിരിക്കും ഞാൻ തിരിച്ചു വരാം. അതുവരത്തേക്കും പിന്നെ ഞാനൊരു ടാസ്ക് തരാം. എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ മാർച്ച് 26 ഇനി തൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരു ടാസ്ക് പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ 305 മീൻസ് 305 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് 500 ആക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയുള്ളൂ, നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി. 500 എടുത്ത് തരണം. പിന്നെ ബാക്കിയുള്ളത് ഈ വർഷം അവസാനം ചെയ്താൽ മതി. ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കും ചെയ്താൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും പറയണം, ഞാൻ നിർബന്ധിക്കുന്നതല്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. ഒരിക്കലും നിർബന്ധിക്കില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ.